Welcome to Garam Masala, the magic spices of cooking. വാഴപ്പിണ്ടി മുളക് തോരൻ. ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി തോരൻ തയ്യാറാക്കിയെടുക്കാം. അരിയും മുളകും ചേർത്താണ് ഈ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതിനുവേണ്ടി ഞാൻ 2 കപ്പ് വാഴപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറുതാക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒരു പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ വാഴപ്പിണ്ടി ഒന്ന് വെന്ത് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് റൈസ്, 5 വറ്റൽമുളക് ഇവ എടുക്കാം. ആദ്യം നമുക്ക് വറ്റൽമുളകിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തതായി നമുക്ക് റൈസിനെയാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് പുഴുക്കലരിയാണ്. ഇതിനെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഉണക്കിയെടുക്കണം. അതിനുശേഷം വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. തണുത്തതിന് ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ വാഴപ്പിണ്ടിയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നമുക്ക് ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിയുടെയും മുളകിന്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടെ തന്നെ വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ വാഴപ്പിണ്ടിയുടെ ഓരോ പീസും അരി കൊണ്ടും മുളക് കൊണ്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി വാഴപ്പിണ്ടി മുളക് തോരൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.